പ്രോട്ടീൻ ഡ്രിങ്കുകൾ, പ്രോട്ടീൻ സപ്ലിമെൻ്റ്, ന്യൂട്രീഷണൽ ഡ്രിങ്ക് എന്ന പല പേരിലുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സാണ് ഇപ്പോൾ താരങ്ങൾ. ജിംനേഷ്യത്തിൽ എക്സർസൈസിന് പോകുക, അതോടൊപ്പം തന്നെ ഇത്തരം ഡ്രിങ്കുകൾ കഴിക്കുക. നമ്മുടെ പേശി ബലത്തിന് വേണ്ടി മസിലുകൾ പെരുപ്പിക്കാനൊക്കെയാണ് ഇത്തരം ഡ്രിങ്കുകൾ കഴിക്കുന്നത്. ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ഇത്തരം ഡ്രിങ്കുകളിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന കാര്യം തിരിച്ചറിയുക. 2024 ഇന്ത്യയിലെ 36 പോപ്പുലർ ബ്രാൻഡുകളുടെ ഫുഡ് സപ്ലിമെൻറ്റ്സ് പരിശോധിച്ചതിൽ 70% ഗുണനിലവാരം കുറഞ്ഞതും വേണ്ടത്ര അളവിൽ പ്രോട്ടീൻ ഇല്ലാത്തതും എന്നാൽ ദോഷകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നതുമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. 14% ഇതേപോലെയുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സിൽ, പ്രോട്ടീൻ ഡ്രിങ്കുകളിൽ കരളിനും വൃക്കക്കും ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള ടോക്സിക് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഹെവി മെറ്റൽസ് ഉണ്ടായിരുന്നു, ആഴ്സനിക്, ലെഡ്, കാഡ്മിയം പോലെയുള്ള ലോഹാംശങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സസ്യജന്യമായ വിഷപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തുകയുണ്ടായി. ഇതിനുശേഷമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഇത്തരം ഫുഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയത്. കൂടുതൽ അന്വേഷണങ്ങളിൽ നോയിഡയിൽ നിന്നും 3 പേരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ ബിസിനസ്സിൻ്റെ വ്യാപ്തി മനസ്സിലായത്. ഇത് തികച്ചും ഓൺലൈനായി കൊമേഴ്സിലൂടെ മാത്രം നൽകുകയാണ്. ഒരു അംഗീകൃത ഫാർമസിസ്റ്റോ ഡീലറോ സ്റ്റോക്കിസ്റ്റോ ഒന്നും നൽകുന്നതല്ല. മാത്രവുമല്ല, ഇത് മാനദണ്ഡപ്രകാരം ഒന്നും നിർമ്മിച്ചവയുമായിരുന്നില്ല. സമാനമായ ഒരു പരിശോധന നമ്മുടെ കേരള ഡ്രഗ്സ് കൺട്രോളറും നടത്തി. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോളർ 50ഓളം കേരളത്തിലെ ജിമ്മുകളിൽ ഒരു മിന്നൽ പരിശോധന നടത്തി. അതിൻ്റെ പേര് ഓപ്പറേഷൻ സൗന്ദര്യ എന്നായിരുന്നു. ഇവിടെ നിന്ന് 1.5 ലക്ഷത്തോളം ഹെവി മെറ്റൽസും അതേപോലെ ആനബോളിക് സ്റ്റീറോയിഡ്സും അടങ്ങിയ മരുന്നുകൾ പിടിച്ചെടുത്തു. എന്താണ് ആനബോളിക് സ്റ്റീറോയിഡ്സ് എന്ന് പറഞ്ഞാൽ? പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതും മസിൽ ശോഷണത്തിനും ഹോർമോൺ ഇംബാലൻസിനുമൊക്കെ മെഡിക്കൽ ഫീൽഡിൽ കൊടുക്കുന്ന ഒരു മരുന്നാണ് ഈ ആനബോളിക് സ്റ്റീറോയിഡ്. എന്നാൽ ഇത് യാതൊരു രോഗവുമില്ലാത്ത ആളുകൾക്ക് മസിൽ പെരുപ്പിക്കാനെന്ന വണ്ണം നൽകുന്നതിൽ നിന്ന് ഇത് ക്യാൻസറിന് കാരണമാകുന്നു, ലിവർ തകർച്ചയ്ക്ക് കാരണമാകുന്നു, കിഡ്നിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. ലോങ് റണ്ണിൽ ഇത് ക്യാൻസറിന് പോലും കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ പറഞ്ഞത്. ഇതോടനുബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളർ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയുണ്ടായി. ഇത് കൂടുതൽ കാലം ഉപയോഗിച്ചാൽ ഇതിനൊരു ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വരുമെന്നും പിന്നീട് പല മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതെ പോകുന്നു എന്നും ഇത്തരം പഠനങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം വേണ്ട പ്രോട്ടീനിൻ്റെ അളവ് എത്ര? ഇതോടനുബന്ധിച്ച് തെക്കൻ കേരളത്തിലെ ഒരു ജില്ലാ ആസ്ഥാനത്തെ ഒരു ആശുപത്രിയിൽ നടന്ന സംഭവം കൂടി ഞാൻ പറയാം. ഒരു യുവാവിൻ്റെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ച് വളരെ തളർന്ന അവശനായ അവസ്ഥയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കിഡ്നിക്കും അതുപോലെ തന്നെ ലിവറിനും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. എന്താണ് കാരണമെന്ന് ഡോക്ടേഴ്സിന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവസാനം രോഗിക്ക് ഒരുവിധം ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഇദ്ദേഹം ഒരു ദിവസം 15ഓളം കോഴിമുട്ടകൾ കഴിച്ചിരുന്നു എന്നാണ്. 50 ഗ്രാം തൂക്കം വരുന്ന ഒരു കോഴിമുട്ടയിൽ 7 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ടെന്നറിയുക. കോഴിമുട്ടയുടെ വെള്ളയിൽ 60%, മഞ്ഞയിൽ ഏകദേശം 40%മാണ് പ്രോട്ടീനിൻ്റെ ഉള്ളത്. അങ്ങനെ 7 ഗ്രാം പ്രോട്ടീൻ അടങ്ങുന്ന മുട്ട 15 കഴിച്ചാൽ അദ്ദേഹം ഏകദേശം ഒരു ദിവസം 105 ഗ്രാമോളം പ്രോട്ടീൻ മുട്ടയിൽ നിന്ന് മാത്രം കഴിച്ചിരുന്നു. അങ്ങനെ മുട്ടയിൽ നിന്ന് മാത്രമല്ലല്ലോ നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത്. നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത് ഇറച്ചി, കോഴിയിറച്ചി, മീന്, മുട്ട, പാൽ, ഇലക്കറികൾ, സോയ, നട്ട്സ്, ധാന്യങ്ങൾ, ഇവയിൽ നിന്നെല്ലാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ പ്രോട്ടീൻ അപ്പുറം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് മറ്റ് പ്രോട്ടീനുകളും ചെന്നപ്പോൾ കുറേ കാലം ഇത് കഴിച്ചതോടുകൂടി ഈ പ്രോട്ടീൻ പുറന്തള്ളാനുള്ള ഭാരം കിഡ്നിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രോട്ടീൻ വേസ്റ്റ് പുറന്തള്ളി കിഡ്നിയുടെ അമിത ഭാരം മൂലം ക്രിയാറ്റിനും അതേപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെയൊക്കെ അളവ് കൂടിപ്പോവുകയാണ്. കിഡ്നി തളർന്നു പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ബോഡി ബിൽഡിങ്ങിലൂടെ നമ്മുടെ മസിലുകൾ ശരിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മസിലുകൾ ബലപ്പെടുത്താൻ
ഇതേപോലെ കുറുക്ക് വഴികളിലൂടെ ഇത്തരം സപ്ലിമെൻസിനെ ആശ്രയിക്കുന്നത് ഗുണത്തെക്കാളേറെ പലപ്പോഴും ദോഷകരമായി മാറുമെന്ന് മനസ്സിലാക്കുക. ഏത് തരം ബിസിനസ് നടത്താനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്, ഉപഭോക്താക്കളുണ്ടെങ്കിൽ ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള ഉപഭോക്താക്കളായി നമ്മൾ മാറാതിരിക്കുക. എല്ലാ ജിംനേഷ്യങ്ങളിലും ഇതേപോലെയുള്ള പ്രാക്ടീസ് നടത്തുന്നുണ്ട്, ഫുഡ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതേപോലെ എല്ലാ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും മോശമാണ്, അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്, അതിൽ സ്റ്റിറോയിഡ്സ് ഉണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമുണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ടോട്ടൽ സീറം പ്രോട്ടീൻ ടെസ്റ്റാണ്. ഇത്തരം ടെസ്റ്റ് നടത്തി ഡോക്ടറുടെ അനുവാദമില്ലാതെ, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മിഠായി വാങ്ങി കഴിക്കുന്ന ലാഘവത്തോടെ പ്രോട്ടീൻ ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴാണ് നമ്മുടെ മസിലുകൾ ബലപ്പെടുകയല്ല, മസിലുകൾ ഇല്ലാതാവുക, ശരീരം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾക്ക് ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കാം എന്നുള്ളതിനും ഒരു കണക്കുണ്ട്. ഒരാളുടെ ഭാരം, ആ ശരീരഭാരത്തിൻ്റെ 1 കിലോഗ്രാമിന് 0.8 ഗ്രാം വെച്ച്, അതായത് ഒരാളുടെ ശരീരഭാരം 70 കിലോ ആണെങ്കിൽ അയാൾക്ക് 56 ഗ്രാം കഴിക്കാം. ഇനി അത്ലറ്റാണ്, കായികാധ്വാനം നടത്തുന്ന ആളാണെങ്കിൽ ഒരാളുടെ ശരീരഭാരത്തിൻ്റെ 1 കിലോയ്ക്ക് 1.2 ഗ്രാം കഴിക്കാം. അങ്ങനെയാണെങ്കിൽ 80 കിലോഗ്രാം വരുന്ന ഒരു അത്ലറ്റിൻ്റെ ഒരു ദിവസത്തെ പ്രോട്ടീനിൻ്റെ അനുവദനീയമായ അളവ് 96 ഗ്രാം മാത്രമാണ്. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ അളവിൽ കവിയുമ്പോൾ അത് എന്ത് സംഭവിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി ഒരു ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിനൊക്കെ നിശ്ചിത അളവുകളുണ്ട്. ഇതെല്ലാം അധികമായാലും നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് തന്നെയാണ് അത് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രോട്ടീൻ ആവശ്യത്തിന് മാത്രം കഴിക്കുക. പ്രോട്ടീനിന് വേണ്ടി, ശരീര മസിൽ ബലപ്പെടുത്താൻ വേണ്ടി കുറുക്ക് വഴികളിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, താങ്ക് യു.